തുടർച്ചയായ 8 മണിക്കൂർ ചോദ്യം ചെയ്യൽ. ഒടുവിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന തെളിവുകൾ. CPM നേതാക്കൾ പ്രതിസ്ഥാനത്തായ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പുതിയ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞോ? ശബരിമല ശ്രീകോവിലിൽ ഒടുവിൽ ആ വലിയ കൊള്ള നടന്നുവെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു പറയുമ്പോൾ വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയന്റെയും CPM നേതൃത്വത്തിന്റെയും നേർക്കാണ്. ഭക്തരുടെ കണ്ണീരും പ്രാർത്ഥനയും വീണ ശബരിമലയിലെ മണ്ണിൽ സാക്ഷാൽ അയ്യപ്പന്റെ തങ്കപ്പാളികൾ വരെ കടത്തിക്കൊണ്ടുപോയ വമ്പന്മാർ ആരൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയുമായി പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT ഇപ്പോൾ കളി തുടങ്ങിക്കഴിഞ്ഞു. കേസിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായി 8 മണിക്കൂറോളമാണ് SIT ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ വമ്പൻ സ്രാവുകളെ കൊടുക്കാനുള്ള സകല തെളിവുകളും അന്വേഷണ സംഘം തൂത്തുവാരി എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ PS പ്രശാന്ത് ഇനി അധിക നാൾ പുറത്തുണ്ടാകില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ചേർക്കാനുള്ള നീക്കങ്ങൾ SIT ശക്തമാക്കി കഴിഞ്ഞു. ഈ തിങ്കളാഴ്ച കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മേശപ്പുറത്തെത്തുമ്പോൾ കേരള രാഷ്ട്രീയം വീണ്ടും പുകയുമെന്നുറപ്പാണ്. ഭക്തരെയും കോടതിയെയും ഒരുപോലെ പറ്റിച്ച് തെളിവുകൾ വരെ മുക്കി ദേവസ്വം ബോർഡ് നടത്തിയ ആ വമ്പൻ സ്വർണ്ണക്കൊള്ളയുടെ ആഴം എത്രത്തോളമാണ് നമുക്ക് നോക്കാം. ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശിയതിൽ നടന്ന വൻ ക്രമക്കേടും സ്വർണ്ണക്കൊള്ളയും സംബന്ധിച്ച കേസിൽ അന്വേഷണം അതിന്റെ നിർണായക വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 8 മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയതോടെ PS പ്രശാന്ത് അടക്കമുള്ള മുൻ ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർക്കാനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം ശക്തമാക്കിയിട്ടുണ്ട്. കേസിന്റെ അന്വേഷണ പുരോഗതി അടുത്ത ദിവസം സമർപ്പിക്കാനിരിക്കെ ഹൈക്കോടതിയുടെ നിലപാട് ഈ കേസിലെ വിധി നിർണായകമാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതൃത്വവും പൂർണ്ണ പ്രതിരോധത്തിലാണിപ്പോൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ PS പ്രശാന്തിനെയും മറ്റു മുൻ ബോർഡ് അംഗങ്ങളെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് SITയുടെ അടുത്ത തീരുമാനം. തങ്ങളുടെ കാലത്ത് നടന്ന ഈ ഭീമമായ സ്വർണ്ണക്കൊള്ളയും ക്രമക്കേടുകളും മറച്ചുവെക്കാൻ പ്രശാന്ത് അന്ന് സ്വീകരിച്ച അസ്വാഭാവികമായ നിലപാടുകൾക്ക് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ കൃത്യമായി മറുപടി നൽകേണ്ടി വരും. അതേസമയം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ആകട്ടെ അന്വേഷണം അതിന്റെ വഴിയെ നടക്കട്ടെ എന്നും സഹകരിക്കുകയല്ലാതെ തനിക്ക് ഇതിൽ ഒന്നും പറയാനില്ലെന്നുമാണ് പ്രതികരിച്ചിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ ആളുകൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ കൈമലർത്തുന്ന പതിവ് ശൈലി തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. വരും ദിവസങ്ങളിൽ നിയമ നടപടികൾ കൂടുതൽ കടുക്കുമെന്നും അധികാരത്തിന്റെ തണലിൽ ഭക്തരുടെ വികാരങ്ങളെയും സ്വാമിയുടെയും സ്വർണത്തെയും കൊള്ളയടിച്ച വമ്പന്മാരുടെ അഴിമതി കഥകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് ഈ ഭക്തജനങ്ങളും പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത്. കോടിക്കണക്കിന് ഭക്തരുടെ വികാരങ്ങൾ അടങ്ങിയിരിക്കുന്ന ശബരിമല പോലെയുള്ള ഒരു പുണ്യസ്ഥലത്ത്, അതും ശ്രീകോവിലിലെ സ്വർണത്തിൽ വരെ കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച 420 പേജിലുള്ള സുപ്രധാന ഫയലുകളും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച തെളിവുകളും വരും ദിവസങ്ങളിൽ പല വമ്പന്മാരുടെയും രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. പിണറായി വിജയന്റെ CPM നിയന്ത്രിച്ചിരുന്ന അന്നത്തെ ദേവസ്വം ബോർഡിന്റെയും തനിനിറം പുറത്തു കൊണ്ടുവരുന്ന ഒന്നാണ് ഈ അന്വേഷണം. ശബരിമലയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ ബോധപൂർവം അട്ടിമറിക്കാനും മുക്കാനും വലിയൊരു ശ്രമം തന്നെ അന്ന് അവിടെ നടന്നു എന്ന് SIT ഉറപ്പിച്ചു പറയുന്നു. 1998-99 കാലഘട്ടത്തിൽ പ്രശസ്ത വ്യവസായി വിജയ് മല്യയുടെ സഹായത്തോടെയാണ് ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞത്. അന്ന് ഇതിനായി ഉപയോഗിച്ച സ്വർണത്തിന്റെ അളവ്, അതിന്റെ ഗുണനിലവാരം, ശില്പികളുടെ വിവരങ്ങൾ തുടങ്ങിയ രേഖകളൊന്നും ദേവസ്വം ബോർഡോ ആസ്ഥാനത്തോ ശബരിമലയിലോ തിരഞ്ഞിട്ട് ആദ്യം അന്വേഷണ സംഘത്തിന് കിട്ടിയില്ല. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. മുൻപൊരു ഭരണ സംവിധാനത്തിന്റെ കീഴിലുള്ള രേഖകൾ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമാകുന്നു. ഉന്നതമായ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും കേസിൽ കുടുങ്ങാതിരിക്കാൻ ഈ ഫയലുകൾ CPM ഒത്താശയോടെ മുക്കിയതാണെന്ന് അന്വേഷണ സംഘം പരസ്യമായി പറയേണ്ടി വന്നു. ഒടുവിൽ രേഖകൾ തന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന SITയുടെ ശക്തമായ അന്ത്യശാസന
ശാസനം വന്നപ്പോൾ മാത്രമാണ് ഒക്ടോബർ 30-ന് മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലെ ഒരു പഴയ മുറിയിൽ നിന്നും പൊടി പിടിച്ച നിലയിൽ 420 പേജുള്ള സുപ്രധാന ഫയൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഈ നാടകങ്ങളൊക്കെ ആരെ പറ്റിക്കാനാണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഈ 420 പേജുള്ള ഫയൽ കിട്ടിയതോടെയാണ് CPM നേതാക്കൾ കളിച്ച കള്ളക്കളിയുടെ ചുരുളഴിയുന്നത്. 1998-ൽ വിജയ് മല്യ സ്ഥാപിച്ച ഉയർന്ന ഗുണനിലവാരമുള്ള സ്വർണ്ണ പാളികളിൽ നിന്ന് 2019 ആയപ്പോഴേക്കും സ്വർണം രഹസ്യമായി വേർപെടുത്തി മാറ്റുകയും പകരം നിലവാരം കുറഞ്ഞ സ്വർണം പൂശുകയും ചെയ്തു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ തട്ടിപ്പ് മറച്ചുവെക്കാൻ വേണ്ടി മുൻ പ്രസിഡന്റ് PS പ്രശാന്തും അംഗങ്ങളും ചേർന്ന് 2025 സെപ്റ്റംബറിൽ ഒരു വിചിത്രമായ ഉത്തരവിറക്കി. 1998 മുതൽ 2019 വരെ യാതൊരു കേടുപാടും സംഭവിക്കാതിരുന്ന ശ്രീകോവിലിലെ ദ്വാരപാലക പാളികൾക്ക് കഴിഞ്ഞ 6 വർഷം കൊണ്ട് വലിയ പൊട്ടലുകളും കേടുപാടുകളും നിറവ്യത്യാസവും ഉണ്ടായി എന്നാണ് ഉത്തരവിൽ ഇവർ തട്ടിവിട്ടത്. ഇല്ലാത്ത കേടുപാടുകൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് പുതിയ സ്വർണം പൂശാനെന്ന വ്യാജേന അവിടുത്തെ വിലപിടിപ്പുള്ള ശില്പങ്ങൾ പൊളിച്ച് സ്വർണം കടത്താനായിരുന്നു ഈ നീക്കമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം കള്ളക്കഥകൾ മെനയുന്നതിൽ പിണറായി വിജയന്റെ കീഴിലുള്ള അന്നത്തെ ദേവസ്വം ഭരണസമിതിക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ടെന്ന് വേണം പറയാൻ. ഇവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിൽ നിന്ന് ലഭിച്ച 40 വർഷത്തെ ഗ്യാരണ്ടി പേപ്പർ വില്ലനാകുന്നത്. ആ ഗ്യാരണ്ടി പേപ്പറിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ സ്വർണ്ണപ്പാളികളിൽ യാതൊരുവിധ രാസവസ്തുക്കളുടെ സാന്നിധ്യമോ പൊട്ടലോ വരാൻ സാധ്യതയില്ലെന്ന്. എന്നിട്ടും ഈ ഗ്യാരണ്ടി വ്യവസ്ഥകൾ മുഴുവൻ കാറ്റിൽ പറത്തി യഥേഷ്ടം പണപ്പിരിവ് നടത്താനും സ്വർണം തട്ടിയെടുക്കാനും വേണ്ടിയാണ് ബോർഡ് തങ്ങളുടെ ഉത്തരവിൽ കൃത്രിമം കാണിച്ചത്. അതിലും വലിയ ക്രൂരത എന്തെന്നാൽ ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായി ഈ ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നതാണ്. CPM നേതാക്കളുടെയും അന്നത്തെ ആ ഒരു ഭരണസമിതിയുടെയും പൂർണ്ണമായ അറിവോടും ഒത്താശയോടും കൂടിയാണ് ഈ കടത്തൽ നടന്നതെന്ന് വ്യക്തമാക്കുന്ന ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അയ്യപ്പന്റെ സന്നിധിയിൽ പോലും ഇത്രയും വലിയ കൊള്ള നടത്താൻ ധൈര്യം കാണിക്കുന്ന ഈ ഭരണകൂടത്തിന്റെ അഴിമതി എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വരും ദിവസങ്ങളിൽ നിയമ നടപടികൾ കൂടുതൽ കടുക്കുമെന്നും അധികാരത്തിന്റെ തണലിൽ ഇരുന്ന ഭക്തരുടെ വികാരങ്ങളെയും സ്വാമിയുടെ സ്വർണത്തെയും കൊള്ളയടിച്ച വമ്പന്മാരുടെ അഴിമതി കഥകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് SIT റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ഓർക്കണം, അന്ന് UB ഗ്രൂപ്പ് ചെയർമാനായിരുന്ന വിജയ് മല്യ തന്റെ സമ്പാദ്യത്തിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചത്. മല്യയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തകർച്ചയും അദ്ദേഹത്തിന്റെ ലണ്ടനിലേക്കുള്ള പലായനവും ഒക്കെ രാജ്യം കണ്ടതാണെങ്കിലും അന്ന് അദ്ദേഹം ഭക്തിയോടെ സമർപ്പിച്ച ആ സ്വർണ്ണപ്പാളികൾക്ക് 2019 വരെ ഒരു പോറലും ഏറ്റിരുന്നില്ല. എന്നാൽ ആ സ്വർണത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് അന്ന് കണ്ണുവെച്ചത്. വിജയ് മല്യ എന്ന വ്യവസായി മര്യാദ പോലും ശബരിമലയിലെ സ്വർണം കാത്തു സൂക്ഷിക്കാൻ CPM നേതാക്കൾ കാണിച്ചില്ല എന്നത് എത്രത്തോളം ലജ്ജാകരമാണ്. 1998-ൽ മല്യ തന്ന ആ ശുദ്ധമായ സ്വർണം ഉരുക്കി മാറ്റിയിട്ട് പകരം അവിടെ തരം താന്ന അലോയ് ചേർത്ത സ്വർണം പൂശിയപ്പോൾ ഈ നേതാക്കളുടെ പോക്കറ്റിലേക്ക് എത്ര കോടികൾ മറിഞ്ഞു കാണും. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും പറയാറുള്ള സുതാര്യതയും അഴിമതി വിരുദ്ധതയും ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ അലിഞ്ഞു പോയോ? ശബരിമലയെ തകർക്കാൻ ആ സർക്കാർ ശ്രമിച്ചത് ഇതാദ്യമായല്ല എന്ന് ഭക്തർക്കും എല്ലാവർക്കും നന്നായി അറിയാം. മുൻപ് യുവതീ പ്രവേശനത്തിന്റെ പേരിൽ വിശ്വാസികളെ തെരുവിൽ തല്ലിയും ആചാരങ്ങൾ ലംഘിക്കാൻ പോലീസിനെ ഒത്താശ ചെയ്തും ശബരിമലയെ തകർക്കാൻ നോക്കിയവർ തന്നെയാണ് അപ്പോൾ അവിടുത്തെ സ്വർണത്തിലും കൈവച്ചിരുന്നത്. അന്ന് ആചാര സംരക്ഷണത്തിനായി വിശ്വാസികൾ തെരുവിൽ ഇറങ്ങിയപ്പോൾ അവരെ അടിച്ചമർത്തിയ അന്നത്തെ പിണറായി സർക്കാർ ഇപ്പോൾ സ്വന്തം പാർട്ടി നേതാക്കൾ നടത്തിയ ഈ കൊള്ളയെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. പാർട്ടി ഭാരവാഹികളെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് തിരികെ കയറ്റുന്നത് ഭക്തി മൂത്തിട്ടല്ല, മറിച്ച് ക്ഷേത്രങ്ങളിലെ വരുമാനത്തിലും സ്വർണത്തിലും കണ്ണ് വെച്ചാണെന്ന ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി SIT ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണം തങ്ങളിലേക്ക് നീളുമോ എന്ന ഭയം CPM-ലെ ഉന്നത നേതാക്കൾക്കിപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഫയലുകൾ ഒളിപ്പിക്കാനും ഇപ്പോൾ അന്വേഷണത്തെ തണുപ്പിക്കാനും തിരശ്ശീലയ്ക്ക് പിന്നിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നത്. അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെയും അത് മൂടിവെക്കാൻ അന്നത്തെ ഭരണകൂടം നടത്തിയ നാടകങ്ങളുടെയും ആഴം എത്രത്തോളമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈ അഴിമതിയെക്കുറിച്ചും CPM നേതാക്കളുടെ ഇടപെടലിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.